രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ നരേന്ദ്രനായി മാറണമെന്നാണ്. ഏത് നരേന്ദ്രൻ? ഇന്ത്യ രാജ്യത്ത് ജീവിച്ച നരേന്ദ്രൻ, ചിക്കാഗോയിൽ ലോക മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ നരേന്ദ്രൻ, അവിടെ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ നരേന്ദ്രന്റെ വേഷം കണ്ടുകൊണ്ട് കൂക്കി പിടിച്ചപ്പോ കഷായ വസ്ത്രം ധരിച്ച് നമ്മളെ പോലെ തലപ്പാവ് ധരിച്ച് അവിടെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ആ മതസമ്മേളനത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോ അവിടെ കൂക്കി പിടിച്ച ആളുകളെ ആദ്യത്തെ കമന്റ് കൊണ്ട് തന്നെ പരാജയപ്പെടുത്തിയ നരേന്ദ്രൻ. അതെ, നിങ്ങളുടെ രാജ്യം പോലെയല്ല എന്റെ രാജ്യം, അമേരിക്ക പോലെയല്ല എന്റെ രാജ്യം. എന്റെ രാജ്യത്ത് നാനാജാതി മതസ്ഥരുണ്ട്, പല വ്യത്യസ്തങ്ങളായ ജാതികളുണ്ട്, പല വർഗങ്ങളിലും വർണ്ണങ്ങളിലും പെട്ടവരുണ്ട്. പക്ഷെ എല്ലാവരും ദൈവത്തെ കണ്ടെത്തുക എന്ന പരിശ്രമത്തിൽ വ്യാപൃതരായവരാണ്. അനവധി പുഴകളാണ്. ആ പുഴകൾ ഒരുമിച്ച് അല്ലാഹുവിലേക്ക് അഥവാ ദൈവത്തിലേക്ക്, സർവേശ്വരനിലേക്ക്, ജഗദീശ്വരനിലേക്ക് എത്തിച്ചെല്ലുക എന്ന ആ സമുദ്രത്തെ പ്രാപിക്കുവാനുള്ള വ്യത്യസ്തങ്ങളായ പരിശ്രമങ്ങളാണത്. അവിടെ സംവാദങ്ങൾ നടക്കട്ടെ. എല്ലാം ഒരുപക്ഷെ ശരിയായി കൂടണമെന്നില്ല. ആ സംവാദങ്ങളിലൂടെ ശരികളെ കണ്ടെത്താൻ എന്റെ രാജ്യക്കാർക്കും ലോകത്തിലും സാധിക്കട്ടെ എന്നാണ് എനിക്ക് സന്ദേശിക്കുവാനുള്ളത് എന്ന് പറഞ്ഞ ആ നരേന്ദ്രൻ ഉണ്ടല്ലോ, അദ്ദേഹമാണ് പിൽക്കാലത്തറിയപ്പെട്ട സ്വാമി വിവേകാനന്ദൻ. ആ സ്വാമി വിവേകാനന്ദന്റെ പൂർവാശ്രമത്തിന്റെ പേരാണ് നരേന്ദ്രൻ. ആദരണീയരായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഏതെങ്കിലും ഗുഹാമുഖത്ത് പോയി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ആളുകളെ പറ്റിച്ചിട്ട് കാര്യമില്ല, തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചിട്ട് കാര്യമില്ല, പാവങ്ങളെ ദ്രോഹിച്ചത് കൊണ്ട് കാര്യമില്ല. തെരഞ്ഞെടുപ്പ് പോലും ചോദ്യചിഹ്നമാകുന്നു എന്ന് പറയുമ്പോ, ഒരു ക്രിക്കറ്റ് കളി നടക്കുമ്പോ, ഒരു ഫുട്ബോൾ കളി നടക്കുമ്പോ റഫറി പക്ഷം ചേർന്നാൽ, അമ്പയർ പക്ഷം ചേർന്നാൽ പിന്നെ ആ കളിക്ക് എന്ത് പ്രസക്തിയാവുന്നത്? രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അധികാര സോപാനങ്ങളിൽ അള്ളിപ്പിടിക്കുവാനുള്ള ശ്രമങ്ങളിൽ നിന്നും നിങ്ങൾ വഴിമാറി ഈ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യത്തിന്റെ മഹിതമായ സംസ്കാരങ്ങളിലേക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രം ഉൾക്കൊണ്ട്, വർത്തമാനം ഉൾക്കൊണ്ട്, ഭാവി ഉൾക്കൊണ്ടുകൊണ്ട് ഐക്യത്തോടെ ഈ രാജ്യം പോയില്ല എങ്കിൽ രാജ്യമേ തകർന്നു പോകുമേ. വളരെ വിനീതമായി പറയുന്നു, തന്റെ വാക്കല്ല. ബാബാ സാഹിബ് അംബേദ്കർ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഭരണഘടനയെ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചപ്പോ ചില ആളുകൾ പറഞ്ഞു, ന്യൂനപക്ഷ സമുദായങ്ങൾക്ക്, മൈനോറിറ്റികൾക്ക് പല അവകാശങ്ങളും നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ബാബാ സാഹിബ് അംബേദ്കർ പറഞ്ഞു, കൊടുക്കണം, അവരുടെ അവകാശങ്ങളെ വകവെച്ചു കൊടുക്കണം. അവർ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നേതൃത്വത്തിൽ അവർ സുരക്ഷിതരായിരിക്കണം. അവർ ആക്രമിക്കപ്പെട്ടാൽ, അവർ പീഡിപ്പിക്കപ്പെട്ടാൽ, അവർ ആക്രമിക്കപ്പെടുന്നത് അവർ മാത്രമല്ല, രാജ്യത്തിന്റെ ആത്മീയമായ കാമ്പ്, രാജ്യം എന്ന് പറയുന്ന സോൾ, ആത്മാവ്, അതാണ് തകർന്നു പോകുന്നത്. അതുകൊണ്ട് അതൊരിക്കലും ഉണ്ടായിക്കൂടാ എന്ന് രാജ്യത്തിന്റെ പാർലമെന്റിൽ സംസാരിച്ചത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ ശില്പിയാകുന്ന ബാബാ സാഹിബ് അംബേദ്കർ ആണ്. അതുകൊണ്ട് ആ ചരിത്രത്തിലേക്ക്, നല്ല വർത്തമാനങ്ങളിലേക്ക്, നല്ല ഭാവിയിലേക്ക് കടന്നു പോകാൻ നരേന്ദ്രമോദിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ഒറ്റക്കെട്ടായി എല്ലാ മതക്കാരും, മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരും, ജനാധിപത്യ പോരാളികളും തേരാളികളും കൈകോർത്തു പിടിച്ചുകൊണ്ട് മഹാന്മാരായ ഉലമാക്കളുടെ നേതൃത്വത്തിൽ, മുഅല്ലിം ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ, ഉമറാക്കളുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി മുന്നേറാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അഭിഷേകമായി നമ്മൾ പഠിക്കണം, പ്രബോധനം ചെയ്യണം, ലോകത്തോട് സന്ദേശിക്കണം എന്ന് മാത്രം തെറ്റിപ്പെടുത്തി സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഈ സായാഹ്നത്തിൽ നിങ്ങളിലേക്ക് പകരേണ്ടുന്ന എളിയ സന്ദേശം, ഒരിക്കലും മരിക്കാത്ത, ഒരിക്കലും മറക്കാത്ത, ഒരിക്കലും മരിക്കാൻ പാടില്ലാത്ത, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഏറ്റവും ആർജവത്തിന്റെ, അറവ് പറയുന്ന വാക്ക് പറഞ്ഞ ആളെ കൊണ്ടല്ല, ആശയപരമായി ഏറ്റവും സുപ്രധാനമായ ആശയം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ചെറിയ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിറു കലാമി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.